മുണ്ടക്കൈ മേഖലയിൽ നിന്നും ശബ്ദം കേട്ടുവന്നതാണ്. നാട്ടുകാരാണ് ഇത് അറിയിച്ചത്. ഫയർഫോഴ്സും പോലീസും മേഖലയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. വേലിപ്പാലത്ത് ശക്തമായി കുത്തിയൊഴുകുന്ന പുഴയാണ്. നല്ല കലങ്ങിയ വെള്ളം തന്നെയാണ്. പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായതിനൊക്കെ ആ ദിവസങ്ങളിലൊക്കെ ഒഴുകി അത്രയും കലങ്ങിയ വെള്ളമുണ്ട്. പക്ഷേ അത്രയും രീതിയിൽ വെള്ളം കവിഞ്ഞൊഴുകിയിട്ടില്ല എങ്കിൽ പോലും വേലിപ്പാലത്തിന് തൊട്ട് താഴെ വരെ ഉണ്ടാവുന്ന രീതിയിലേക്കാണ് വെള്ളം ഒഴുകുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം പുഴയുടെ ഒഴുക്കിന്റെ രീതിയൊക്കെ മാറിയിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല എങ്കിൽ പോലും നമുക്ക് എന്താ സാഹചര്യം? രാവിലെ ഒരു വലിയൊരു ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ ഓടി വന്നത്. അതായത് ശരിക്കും ഒരു ചെളിയുടെ സ്മെല്ല്, അതായത് ഉരുൾപൊട്ടിയതിന്റെ അന്നുണ്ടായ അതേ സ്മെല്ല് തന്നെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ കുറെ എല്ലാവരും കൂട്ടിയിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഏകദേശം വേലിപ്പാലത്തിന്റെ 3/4 ഭാഗത്തോളം വെള്ളം കയറിയിട്ടുണ്ട്. സത്യത്തിൽ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും പെയ്ത മഴയ്ക്കുണ്ടായ ഒരു സംഭവമാണ്. ഇനി വരും ദിവസങ്ങളിൽ ഇതുപോലെ അതിശക്തമായ മഴ പെയ്തു കഴിഞ്ഞാലും വലിയൊരു പ്രശ്നം തന്നെ. രാവിലെ തന്നെ ഇപ്പോൾ എസ്റ്റേറ്റിൽ നിന്ന് ഇവിടുന്ന് കുറേ തൊഴിലാളികൾ അപ്പുറത്തേക്ക് പണിക്ക് പോയിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുക. അത് മാത്രമല്ല ഏറാട്ടുകൊണ്ടിൽ കുറേ ആദിവാസി ഫാമിലികൾ അവരും അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കുറേ പേരുകൾ ഇപ്പോഴും അത്തരം സന്ദർഭങ്ങളിൽ മാറി നിൽക്കുന്നുണ്ട്. പക്ഷെ അവരെയൊക്കെ കിട്ടി ശബ്ദം കേട്ടത് ഏത് ഭാഗത്താണ്? മുണ്ടക്കൈ പ്രദേശത്ത് തന്നെയാണ് ശബ്ദം കേട്ടത്. ആ ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ ഓടി വന്നത്.